മഴക്കാലമായതോടെ വെള്ളത്തിലായി വാഴക്കാട് വില്ലേജ് ഓഫീസ്. ദിനംപ്രതി നിരവധി പേരെത്തുന്ന വില്ലേജിൽ നിലവിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. നെയിം ബോർഡില്ലാത്തതും വില്ലേജിനകത്ത് കോൺക്രീറ്റ് പാളി അടർന്ന് അപകട ഭീഷണി ഉയർത്തുന്നതും വേറെ. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സംവിധാനങ്ങൾ ഒരുക്കേണ്ട സ്ഥലമാണ് ഇന്ന് നാശത്തിന്റെ വക്കീലുള്ളത്. മഴക്കാലം കൂടിയായതോടെ വാഴക്കാട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ പ്രവർത്തനം ദുരിതപൂർണമായിരിക്കുകയാണ്. ദിനംപ്രതി നിരവധി പേരെത്തുന്ന വില്ലേജിൽ നിലവിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. വില്ലേജിനകത്തും പൊതുജനങ്ങൾ അപേക്ഷ എഴുതുന്നിടത്തുമെല്ലാം വെള്ളത്തിലാണ്. നികുതി അടവ് ജനൽ വഴിയാണ് നടക്കുന്നത്. തൊട്ടടുത്ത ചീക്കോട്, വാഴയൂർ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായെങ്കിലും വാഴക്കാട് വില്ലേജ് ഓഫീസ് മാത്രം ഇന്നും സ്മാർട്ടല്ല. വില്ലേജ് ഓഫീസ് 3 റൂമിൽ തുടങ്ങി പിന്നീട് വിപുലീകരിക്കുകയായിരുന്നു. പുതിയ കെട്ടിടത്തിലാണ് നിലവിൽ ചോർച്ചയുള്ളത്. വർഷങ്ങൾ പഴക്കമുള്ള വില്ലേജ് കെട്ടിടം നാശത്തിന്റെ വക്കിലാണ്. ഓഫീസിലെ വെള്ള ടാങ്ക് നിൽക്കുന്നിടം ഏതു സമയവും നിലംപൊത്താം. വില്ലേജിനകത്ത് കോൺക്രീറ്റ് പാളി അടർന്ന് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട്. പ്രവർത്തിക്കുന്നത് വില്ലേജ് ഓഫീസാണെന്ന് നാട്ടുകാരല്ലാത്തവർ വന്നാൽ മനസ്സിലാക്കാൻ ഒരു തിരിച്ചറിയൽ ബോർഡ് പോലും ഓഫീസിന് മുൻപിൽ സ്ഥാപിച്ചിട്ടില്ല. കെട്ടിടത്തിലുള്ള നെയിം ബോർഡ് തന്നെ കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വർഷങ്ങളായി വില്ലേജിന് മുന്നിൽ പിടിച്ചിട്ട മണൽ വാഹനങ്ങൾ കാരണം മറ്റു വാഹനങ്ങളൊന്നും ഇതിനു മുന്നിൽ നിർത്താൻ പറ്റാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. സംസ്ഥാന പാതയിൽ നിന്ന് വട്ടപ്പാറ ഭാഗത്തേക്ക് പോകുന്ന ഇടുങ്ങിയ റോഡരികിലാണ് വാഴക്കാട് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. കരുമരക്കാട്, ചേരുവായൂർ എന്നീ 2 അംശവും ചാലിയപ്രം, കരുമരക്കാട് എന്നീ 2 ദേശവും ഉൾക്കൊള്ളുന്ന വില്ലേജാണ് വാഴക്കാട് വില്ലേജ്. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി താലൂക്കിലാണ് വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. കെട്ടിടത്തിന് 60 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പരിസരവാസികൾ പറയുന്നു. ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് പുതുക്കി പണിയാൻ പ്രപ്പോസലുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടികളൊന്നും ആയില്ലെന്ന് വില്ലേജ് വികസന സമിതി അംഗങ്ങളും വ്യക്തമാക്കുന്നു. വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലുള്ള വാഴക്കാട് വില്ലേജിന്റെ അവസ്ഥയെക്കുറിച്ച് ചെറിയൊരു നിലവിലെ അവസ്ഥ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിൽഡിങ്ങിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം ശോചനീയമാണ്. അവിടെ ഒരു ഫ്രണ്ട് ഓഫീസ് സംവിധാനമില്ല. കൂടാതെ അവിടെ ഫയലുകൾ സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമില്ല. ബിൽഡിങ്ങിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം ശോചനീയമാണ്. മഴ ശക്തമാകുന്നതോടെ വില്ലേജ് ഓഫീസിന്റെ 80% ഭാഗവും വെള്ളപ്പൊക്ക ഭീഷണിയും ബാക്കി വരുന്ന സ്ഥലങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയും നേരിടുന്ന സ്ഥലമാണ്. കേരള വിഷൻ, കൊണ്ടോട്ടി.